വിദേശ ഇടപെടലിനെ തുടർന്ന് ഭരണകൂടത്തിനെതിരായ പ്രതിഷേധത്തിന് നേരെ കടുത്ത നടപടിയാണ് ഇറാൻ സ്വീകരിക്കുന്നത്. പ്രതിഷേധക്കാർ 72 മണിക്കൂറിനുള്ളിൽ കീഴടങ്ങണമെന്ന് ഇറാന്റെ ദേശീയ പോലീസ് മേധാവി അഹമ്മദ് റേസ റാദൻ അന്ത്യശാസനം നൽകി കഴിഞ്ഞു. പറഞ്ഞ സമയത്തിനുള്ളിൽ കീഴടങ്ങിയില്ലെങ്കിൽ കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കീഴടങ്ങാൻ തയ്യാറാകാത്തവർ നിയമത്തിന്റെ പൂർണ്ണ ശക്തിയെ നേരിടണമെന്നും ദേശീയ പോലീസ് മേധാവി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ AFPയുടെ റിപ്പോർട്ടിലുണ്ട്. സമീപകാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ സാക്ഷിയായത്. ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിച്ച് 11 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ഇറാനിലെ പ്രതിഷേധത്തിന്റെ വ്യാപ്തി എത്രയെന്ന കാര്യത്തിൽ കൃത്യമായ വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അധികാരികളുടെ ഭാഗത്തുനിന്നും പ്രതിഷേധത്തിന് നേരെയുണ്ടായ അടിച്ചമർത്തൽ ഭീകരമായിരുന്നുവെന്ന് മനുഷ്യാവകാശ സംഘടനകളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. വിവിധ സംഭവങ്ങളിലായി കുറഞ്ഞത് 5000 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ വാദം. എന്നാൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെയെല്ലാം കുറ്റക്കാരായി കാണാൻ തയ്യാറല്ലെന്ന സന്ദേശം ഇറാൻ ഭരണകൂടം മുന്നോട്ട് വച്ചിട്ടുണ്ട്. തെറ്റിദ്ധരിക്കപ്പെട്ട് ചിലർ പ്രതിഷേധത്തിന്റെ ഭാഗമായതാണെന്ന് അധികാരികളുടെ നിഗമനം. തെറ്റിദ്ധരിക്കപ്പെട്ട് പ്രതിഷേധങ്ങളുടെ ഭാഗമായവരെയും അക്രമം സംഘടിപ്പിച്ചതായി ആരോപിക്കപ്പെടുന്നവരെയും ഒരുപോലെയല്ല കാണുന്നതെന്ന് ദേശീയ പോലീസ് മേധാവി വ്യക്തമാക്കുന്നുണ്ട്. കലാപത്തിൽ അറിയാതെ ഉൾപ്പെട്ട യുവാക്കളെ ശത്രുക്കളായിട്ടല്ല, പകരം വഞ്ചിക്കപ്പെട്ട വ്യക്തികളായാണ് കണക്കാക്കുന്നതെന്നാണ് അദ്ദേഹം സ്റ്റേറ്റ് ടെലിവിഷനോട് പറഞ്ഞത്. സമയപരിധിക്കുള്ളിൽ കീഴടങ്ങിയാൽ ഇത്തരക്കാരോട് ദയ കാണിക്കുമെന്നും അഹമ്മദ് റേസ ദാസൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നാൽ കലാപങ്ങൾക്ക് ഉത്തരവാദികളായവർക്ക് കർശനമായ ശിക്ഷ നൽകുമെന്ന് പ്രസിഡന്റ് മസൂദ് പെസക്ഷിയാൻ ഉൾപ്പെടെ ഒപ്പിട്ട പ്രസ്താവനയിലും പറയുന്നുണ്ട്. പ്രതിഷേധക്കാർക്കെതിരെ വധശിക്ഷ നടപ്പാക്കാനുള്ള നീക്കം ഇറാൻ ആരംഭിച്ചതായും സംശയമുണ്ട്. വധശിക്ഷകൾ ഭരണകൂടത്തിന്റെ ഭീഷണിയുടെ ഉപകരണമായി ഇറാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം ഇറാൻ ഏകദേശം 1500 പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതായി UN വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നാലെ ആശങ്ക ജനിപ്പിച്ച് അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൺ പടക്കപ്പൽ പശ്ചിമേഷ്യൻ തീരത്തേക്ക് പുറപ്പെട്ടതായാണ് വിവരം. അത്യാധുനിക ആയുധങ്ങളും പടയാളികളും വിമാനങ്ങളും വഹിച്ചുകൊണ്ടാണ് കപ്പൽ നീങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും പരമാധികാരമായ രാഷ്ട്രമായ ഇറാനെ പിന്നോട്ടടിക്കില്ലെന്ന ഇറാന്റെ നിലപാട് കർശനമാക്കിയിരിക്കുകയാണിപ്പോൾ. കാരണം കടുത്ത ഉപരോധങ്ങളും സാങ്കേതിക വിലക്കുകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും കുറഞ്ഞ ചെലവിൽ ഉയർന്ന പ്രഭാവം സൃഷ്ടിക്കുന്ന ഒരു ദീർഘകാല സൈനിക മാതൃകയാണ് ഇറാൻ രൂപപ്പെടുത്തിയത്. പ്രതിരോധവും ആക്രമണവും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഈ സമീപനം ഇറാന്റെ സുരക്ഷാ കാഴ്ചപ്പാടിന്റെ ആഴവും യാഥാർത്ഥ്യബോധവും വ്യക്തമാക്കുന്നതാണ്. ഇസ്രായേൽ ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ഗുണനിലവാരത്തിനും ഉയർന്ന സാങ്കേതിക മികവിനുമാണ് മുൻഗണന നൽകുന്നത്. ഹെറോൺ TP, ഹരോപ്പ്, ഹെർമിസ് 900 പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ കൃത്യമായ നിരീക്ഷണവും പരിമിത ലക്ഷ്യങ്ങളിലേക്കുള്ള ആക്രമണവുമാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ മാതൃകയ്ക്ക് വലിയ സാമ്പത്തിക ചെലവുമുണ്ട്. കൂടാതെ ഓരോ ഡ്രോണും നഷ്ടപ്പെടുമ്പോൾ അത് വലിയ സാങ്കേതികവും സാമ്പത്തികവും നഷ്ടമായി മാറുന്നുണ്ട്. ഇതിനു വിരുദ്ധമായി ഇറാൻ സ്വീകരിച്ച വഴി സൈനിക ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തമാണ്. ഇറാന്റെ ഡ്രോൺ തന്ത്രത്തിന്റെ ഹൃദയഭാഗം അളവ് തന്നെ ശക്തിയാണെന്ന ആശയത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഷാഹിദ് 136 പോലുള്ള ലോയറിംഗ് മ്യൂണിഷനുകൾ കുറഞ്ഞ ചെലവിൽ ദീർഘദൂര ലക്ഷ്യങ്ങളിലേക്ക് വിന്യസിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളാണ്. ആയിരക്കണക്കിന് ഡ്രോണുകൾ കൂട്ടമായി ഉപയോഗിക്കുന്നതിലൂടെ ശത്രുവിന്റെ വില കൂടിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായി പൂരിതമാക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. ഒരു വശത്ത് ലക്ഷ്യത്തിലെത്തുന്ന ഡ്രോണുകളും മറുവശത്ത് ഓരോ ഇന്റർസെപ്ഷനും ശത്രുവിന് വൻ ചെലവായി മാറുകയും ചെയ്യുന്നു. ഇത് ശുദ്ധമായ സാമ്പത്തിക യുദ്ധതന്ത്രം കൂടിയാണ് ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത്. ഇറാന്റെ ശക്തി വെറും വില കുറഞ്ഞ ഡ്രോണുകൾ എന്ന ലേബലിൽ ഒതുങ്ങുന്നില്ല. മൊഹാജർ 6 പോലുള്ള ഡ്രോണുകൾ ഗൈഡഡ് മ്യൂണിഷനുകൾ വഹിക്കുവാനും ദീർഘനേരം പറക്കുവാനും കഴിവുള്ളതാണ്. നിരീക്ഷണവും തന്ത്രപരമായ ആക്രമണവും ഒരുമിച്ച് നടത്താൻ കഴിയുന്ന ഈ സംവിധാനങ്ങൾ ഇറാന്റെ ആഭ്യന്തര വ്യവസായ ശേഷി എത്രമാത്രം വളർന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്. ഉപരോധങ്ങൾക്കിടയിലും ഇത്തരം സംവിധാനങ്ങൾ വികസിപ്പിക്കുവാനും കയറ്റുമതി ചെയ്യുവാനും ഇറാൻ സാധിച്ചെന്നത് ചെറിയ നേട്ടമല്ല. പാശ്ചാത്യ ശക്തികൾ പലപ്പോഴും പരിഹസിക്കുന്ന റിവേഴ്സ് എഞ്ചിനീയറിംഗ് തന്നെയാണ് ഇറാന്റെ മറ്റൊരു വിജയഗാഥ. USA-യുടെ RQ-170 സെന്റിനൽ പോലുള്ള ഡ്രോണുകൾ പഠിച്ചും പുനർനിർമ്മിച്ചും സെയ്ഗെ, ഷാഹിദ് 171 പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇറാൻ വികസിപ്പിക്കുകയുണ്ടായി. ഇത് സാങ്കേതിക മോഷണമല്ല, മറിച്ച് ഉപരോധങ്ങൾ അടിച്ചേൽപ്പിച്ച ഒരു രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്രയായിട്ടാണ് കണക്കാക്കുന്നത്. ഈ കഴിവ് ഇറാനെ പുറം ആശയങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കുകയും രഹസ്യമായും ഫലപ്രദമായും പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ചെലവിന്റെ കാര്യത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വ്യത്യാസം ഏറെ നിർണായകമാണ്. ഒരു ഇസ്രായേലി അയൺ ഡോം ഇന്റർസെപ്ഷന് 10,000 കണക്കിന് ഡോളർ ചെലവാകുമ്പോൾ ഒരു ഷാഹിദ് ഡ്രോണിന്റെ വില അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഈ അസമത്വം ദീർഘകാല യുദ്ധത്തിൽ ആരാണ് കൂടുതൽ ക്ഷീണിക്കുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. ആകാശത്തിന്റെ ഭാവി എന്ന ചർച്ചയിൽ കൃത്രിമ ബുദ്ധിയും ഡ്രോൺ കൂട്ടനിയന്ത്രണവും പ്രധാന വിഷയങ്ങളായി മാറുമ്പോഴും ഇറാൻ സ്വീകരിക്കുന്ന സമീപനം യാഥാർത്ഥ്യബോധമുള്ളതാണ്.
സാങ്കേതിക മികവിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും പ്രതിരോധ സംവിധാനങ്ങളെ പൂരിതമാക്കുന്ന അളവിൻ്റെ ശക്തിയിലൂടെ സമതുലിതാവസ്ഥ സൃഷ്ടിക്കണമെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇത് വെറും സൈനിക തന്ത്രമല്ല, മറിച്ച് രാഷ്ട്രീയവും സാമ്പത്തികവും സാങ്കേതികവുമായ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയുന്ന വഴിയാണ്. കൂടാതെ ഇറാൻ രാഷ്ട്രത്തിൻ്റെ പരമോന്നത നേതാവിനെ ലക്ഷ്യമിടുന്ന ഏതൊരു നീക്കവും, അത് തുറന്ന സൈനിക ആക്രമണമാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ രഹസ്യ ഇടപെടലാകട്ടെ, ഇറാന്റെ കാഴ്ചപ്പാടിൽ അത് പൂർണ്ണ യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമാണെന്നാണ് ഇറാൻ വാദിക്കുന്നത്. ഈ മുന്നറിയിപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്നെയായിരുന്നു. രാജ്യത്തിൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യമിടുന്ന ഏതൊരു നീക്കവും ഇറാന്റെ അസ്തിത്വത്തോടുള്ള നേരിട്ടുള്ള ആക്രമണത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആഭ്യന്തര അശാന്തിയിൽ ഇതിനകം തന്നെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ സ്ഥിരത സംരക്ഷിക്കാൻ നിയമവും ശിക്ഷാ നടപടികളും കൂടുതൽ ശക്തമാക്കേണ്ടി വരുമെന്ന സൂചനയും അദ്ദേഹം നൽകിയിരുന്നു. ഇറാനിലെ നിലവിലെ പ്രതിസന്ധി ഒരു ആഭ്യന്തര പ്രശ്നമായി മാത്രം കാണാൻ കഴിയില്ലെന്നും അതിന് ആഗോള രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടെന്നും പെസഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കും സാമൂഹിക അസ്ഥിരതകൾക്കും പ്രധാന കാരണം അമേരിക്കയും അതിൻ്റെ സഖ്യരാജ്യങ്ങളും വർഷങ്ങളായി ഏർപ്പെടുത്തിയ മനുഷ്യരഹിതമായ ഉപരോധങ്ങളാണെന്ന് പെസഷ്കിയാൻ തുറന്നടിക്കുകയും ചെയ്തു. ഈ ഉപരോധങ്ങൾ ഒരു ഭരണകൂടത്തെ മാത്രം ലക്ഷ്യമിടുന്നതല്ല, മറിച്ച് സാധാരണ ഇറാനിയൻ ജനതയുടെ ജീവിതം തന്നെ ശ്വാസം മുട്ടിക്കുന്ന നിലയിലേക്ക് തള്ളിയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, അടിസ്ഥാന സൗകര്യങ്ങളിലെ തകരാറുകൾ ഇവയെല്ലാം ഉപരോധങ്ങളുടെ പ്രത്യാഘാതങ്ങളായി തെരുവിൽ പ്രകടമാകുകയാണെന്നും അതാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങൾക്ക് ഇന്ധനം പകരുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇറാന്റെ ഈ മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങൾക്ക് നേരിട്ടുള്ള മറുപടിയായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാനിലെ പ്രതിഷേധങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയും പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ അമേരിക്ക ഇടപെടൽ പരിഗണിക്കാമെന്ന മുന്നറിയിപ്പ് ട്രംപ് മുമ്പ് തന്നെ ആവർത്തിച്ചിരുന്നതാണ്. കലാപങ്ങൾക്ക് പിന്നിൽ വിദേശ ശക്തികളുടെ ഇടപെടലുണ്ടെന്ന നിലപാട് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. സമീപ ദിവസങ്ങളിലായി നടത്തിയ പ്രസംഗങ്ങളിൽ ഖമേനി അമേരിക്കയും പാശ്ചാത്യങ്ങളും പ്രതിഷേധങ്ങൾ വളർത്തുകയാണെന്ന് ആരോപിക്കുകയുണ്ടായി. രാജ്യത്തിൻ്റെ അകത്തള സ്ഥിരത തകർക്കാൻ വിദേശ ശക്തികൾ രാജ്യദ്രോഹികളായ ചില ഘടകങ്ങളെ ഉപയോഗിക്കുകയാണെന്നും അതാണ് ആക്രമണത്തിനും നാശനഷ്ടങ്ങളും വഴിവെക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അമേരിക്കയുടെയും അതിൻ്റെ സഖ്യകക്ഷികളുടെയും വിരട്ടലുകളും വിലപേശലുകളും ഇറാനെ ഭയപ്പെടുത്തുമെന്ന തെറ്റിദ്ധാരണ ലോകം ഉപേക്ഷിക്കണമെന്ന് വ്യക്തമാക്കിയാണ് ഖമേനി വീണ്ടും ശക്തമായ നിലപാട് ആവർത്തിച്ചത്. തടവറകളിലെ പീഡനങ്ങളും വധശ്രമങ്ങളും അതിജീവിച്ചാണ് അദ്ദേഹം ഇറാന്റെ നേതൃത്വത്തിലെത്തിയതെന്നും അതുകൊണ്ട് തന്നെ ഉപരോധങ്ങളോ സൈനിക ഭീഷണികളോ ഈ പേർഷ്യൻ രാഷ്ട്രത്തെ തളർത്തുമെന്ന കണക്കുകൂട്ടൽ ഇറാന്റെ ചരിത്രം അറിയാത്തവരുടെ തെറ്റായ വിലയിരുത്തലാണെന്നും വാദിക്കുന്നവരുണ്ട്. പലസ്തീൻ വിഷയത്തിൽ ഖമേനി സ്വീകരിച്ച ഉറച്ച നിലപാട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശ്രദ്ധേയമാക്കിയിട്ടുണ്ട്. വാക്കുകളിലൊതുങ്ങാത്ത പിന്തുണയിലൂടെ സൈനികവും സാങ്കേതികവുമായ സഹായങ്ങൾ ഉൾപ്പെടുന്ന പ്രായോഗിക പ്രതിരോധമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. ഇതിൻ്റെ ഫലമായി ഇറാൻ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു, ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ ഖമേനിയെ നേരിട്ട് ലക്ഷ്യം വെക്കുന്നത് ഒരു വ്യക്തിയെ മാത്രം പ്രതിപക്ഷത്താക്കാനുള്ള ശ്രമമല്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കൻ ഇസ്രായേൽ ശക്തി കേന്ദ്രങ്ങൾക്ക് കീഴടങ്ങാതെ സ്വന്തം രാഷ്ട്രീയ നിലപാടുകളും സുരക്ഷാ മുൻഗണനകളും സ്വയം നിർണ്ണയിക്കുന്ന ഒരു സ്വതന്ത്ര പശ്ചിമേഷ്യൻ പ്രതിരോധ അച്ചുതണ്ട് എന്ന ആശയമാണ് യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കപ്പെടുന്നത്. ഖമേനിയെ ദുർബലപ്പെടുത്തുക എന്നത് ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നതിനേക്കാൾ കൂടുതൽ ആ രാഷ്ട്രീയ ദർശനത്തെ തന്നെ അസ്ഥിരമാക്കാനുള്ള ശ്രമമായിട്ടാണ് വായിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന നിലപാട് ഇറാൻ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ USS എബ്രഹാം ലിങ്കൺ ഇനി പശ്ചിമേഷ്യൻ തീരത്തേക്കോ അല്ലെങ്കിൽ ഇറാൻ്റെ തീരത്തേക്കോ അടുപ്പിച്ചു കഴിഞ്ഞാൽ ഏതൊരു നിമിഷവും ആക്രമണം ഉണ്ടായേക്കാം എന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. ഈ തിരിച്ചടിക്ക് വേണ്ടി ഹിസ്ബുള്ളയും ഹൂതികളും ഉൾപ്പെടെയുള്ളവർ തയ്യാറായി കഴിഞ്ഞു. ചെങ്കടലിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇവർ ആയുധങ്ങളും ബോട്ടുകളും വിന്യസിച്ച് എബ്രഹാം ലിങ്കണിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ്.